കാക്കനാട് DLF ഫ്ളാറ്റിലെ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യ വിഭാഗത്തിൻ്റെ പരിശോധനകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പല ടാങ്കുകൾക്കും മൂടിയില്ലെന്ന് കണ്ടെത്തി. കിണറുകളിൽ ഡബിൾ ക്ലോറിനേഷൻ നടത്തിവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശേഖരിച്ച വെള്ളത്തിൻ്റെ പരിശോധനാ ഫലം ഉടൻ ലഭ്യമാക്കാനും ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിച്ചു. ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഈ DLF ഫ്ളാറ്റിലെ അവരെ ഈ നടത്തിപ്പ് എന്നുള്ളത് അങ്ങേയറ്റം മോശപ്പെട്ട നിലയിലാണ് എന്നാണോ, പ്രത്യേകിച്ച് ഈ കുടിവെള്ളമൊക്കെ കൈകാര്യം ചെയ്ത രീതി വളരെ മോശപ്പെട്ടതാണ് എന്നാണോ ഈ പരിശോധനകളിൽ കണ്ടുവരുന്നത്? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന വാർത്തയുടെ ആ ഒരു പ്രധാനപ്പെട്ട ലീഡിൽ അത് കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ഉമേഷ് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞ കാര്യങ്ങൾ? ശരത്ത്, ഈ DLF ഫ്ലാറ്റ് ഒരു ബൃഹത്തായ ഒരു ഫ്ലാറ്റ്. കാരണം അവിടെ 15 ടവറുകളുണ്ട്, 1268 ഫ്ലാറ്റുകളുണ്ട്. ഇതിലായി ഏതാണ്ട് 5000-ഓളം പേർ താമസിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള കുടിവെള്ള സംവിധാനം എന്ന് പറയുന്നതും ആ തരത്തിൽ വിവിധ സ്രോതസ്സുകളുണ്ട്. 3 കിണറുകളുണ്ട്, 3 മഴവെള്ള സംഭരണി, ഒപ്പം ടാങ്കറുകളിൽ വെള്ളം കൊണ്ടുവരുന്നു. ആ തരത്തിൽ വിവിധ സ്രോതസ്സുകളുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ കുടിവെള്ളത്തിൽ നിന്ന് രോഗബാധ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ മുതൽ ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി പരിശോധന നടത്തുന്നുണ്ട്. ആശാവർക്കർമാരുടെയും ഒപ്പം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും ഒക്കെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തി വന്നത്. അങ്ങനെ നടത്തുന്ന ആ പരിശോധനയിൽ ആണ് ഈ ടാങ്കുകൾ ഈ ടവറുകൾക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് 15 ടവറുകളുണ്ട്. ഈ 15 ടവറുകൾക്ക് മുകളിലും ഓരോ ടാങ്കുകളുണ്ട്. ഈ ടാങ്കുകളുടെയൊക്കെ സ്ഥിതി എന്താണ് എന്നുള്ളത് പരിശോധിച്ചപ്പോഴാണ് പല ടാങ്കുകളും ഇങ്ങനെ മൂടിയില്ലാതെ തുറന്നു കിടക്കുന്നതായാണ് കണ്ടെത്തിയത്. അതുതന്നെ ഈ അണുബാധയ്ക്ക് പ്രധാന കാരണമാകും എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇത്തരത്തിൽ പലയിടത്തും E. coli ബാക്ടീരിയയൊക്കെ ഉണ്ട് എന്ന് ചില സ്വകാര്യ ലാബുകളിൽ ഒക്കെ നടത്തിയ പരിശോധനയിൽ, അത് ഈ താമസക്കാർ സ്വന്തം നിലയിൽ നടത്തിയ പരിശോധനയാണ്. ആ പരിശോധനയിലും അങ്ങനെ കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ പലയിടത്തു നിന്ന് അണുബാധ ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇനിയും പരിശോധനകൾ തുടരാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ശുചീകരണ നടപടികൾ, ഡബിൾ ക്ലോറിനേഷൻ അടക്കം ഈ കിണറുകളിലൊക്കെ നടത്തി വരികയാണ്. ഈ കിണറുകളിൽ നിന്ന് ഒരു ദിവസം തന്നെ ഏതാണ്ട് 1.5 ലക്ഷം ലിറ്റർ വെള്ളമൊക്കെ പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിണറിൽ ശുചിയായിരിക്കണം. അതിനുവേണ്ടി ഡബിൾ ക്ലോറിനേഷൻ ഏതാണ്ട് 2.5 കിലോ ഇത്തരത്തിൽ ക്ലോറിനൊക്കെയാണ് ഓരോ കിണറുകളിലും നിക്ഷേപിച്ച് ആ തരത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയകൾ നടത്തുന്നുണ്ട്. ഇതുകൂടാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആശാവർക്കർമാരെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. ഈ ആശാവർക്കർമാരെ പലപ്പോഴും അവിടെ ഈ ഫ്ലാറ്റിന് മുന്നിൽ തടയുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ള ചില ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത് കർശനമായ നടപടി സ്വീകരിക്കുന്നതിലേക്ക് വഴിവെക്കുമെന്ന് ആരോഗ്യ വിഭാഗവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ വിഭാഗവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ പരിശോധനകൾ തടയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനകം തന്നെ ഓരോ ഇടത്തു നിന്നുമുള്ള വെള്ളത്തിൻ്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം 3 ദിവസം കൊണ്ടൊക്കെ ലഭ്യമാകും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ അല്പം കൂടി താമസം ഉണ്ടാകും. പക്ഷേ പരമാവധി വേഗം ആ ഫലം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നലെയും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അവിടെ ചെന്ന് കൂടുതലായി വെള്ളത്തിൻ്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അതും പരിശോധനയ്ക്ക് വിട്ടിട്ടുണ്ട്. ഒപ്പം ആരോഗ്യ വിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അവിടെ താമസിക്കുന്ന ആളുകൾ, അവിടുത്തെ താമസക്കാർ, ഈ DLF ഫ്ലാറ്റ് സമുച്ചയത്തിലെ താമസക്കാർ പലരും വളരെ അസംതൃപ്തരായി പലതരത്തിലുള്ള വിവരങ്ങൾ പറയുന്നുണ്ടല്ലോ. അവിടെ ചികിത്സ തേടിയവരുടെ എണ്ണത്തെ സംബന്ധിച്ച് ആദ്യത്തെ ദിവസം നമ്മൾ വാർത്തകളിൽ 300 എന്ന് കണ്ടു. ഇന്നലെയൊക്കെ അത് രാവിലെ സംസാരിക്കുമ്പോൾ അത് 411 415 ആയിരുന്നു. അതിലും കൂടുതൽ ആളുകൾ ചികിത്സ തേടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ അവിടുത്തെ അവരുടെ അസോസിയേഷൻ, ഫ്ലാറ്റ് അസോസിയേഷൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന ആക്ഷേപം പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം ഈ ആരോഗ്യ വകുപ്പിൻ്റെ കണ്ടെത്തലുകളെ ശരിവെക്കുന്നത് കൂടിയാണ് അങ്ങനെ നോക്കിയാൽ. അതെ ശരത്ത്, കാരണം എന്താ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏതാണ്ട് 5000-ഓളം പേർ അവിടെ താമസിക്കുന്നുണ്ട്. അതിൽ ഏതാണ്ട് 500-ഓളം പേർക്ക് പല സമയങ്ങളിലായി ഇങ്ങനെ രോഗബാധ ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും മറ്റുള്ളവർ അറിയുന്നില്ല. പരസ്പരം ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ കുറവാണ് എന്നുള്ളൊരു സാഹചര്യമുണ്ട്. പലരും പല ഭാഷ സംസാരിക്കുന്നവരുണ്ട്, പലയിടത്തു നിന്ന് വന്ന് താമസിക്കുന്നവരുണ്ട്. അതിൽ ആർക്കൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഈ രോഗം ബാധിക്കുന്നത്, അതിനെന്താണ് കാരണം എന്നത് സംബന്ധിച്ച് പലർക്കും അറിവില്ല. ഇത് ഈ ഫ്ലാറ്റിലെ തന്നെ ഒരു താമസക്കാരൻ ആരോഗ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് പറയുന്നു,
താഴെ തട്ടിൽ അങ്ങനെ വിവരം കൈമാറിയാണ് ഇത് മുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ പലരും തമ്മിലുള്ള ആശയവിനിമയത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഈ അസോസിയേഷനെതിരെ തന്നെ ഈ ഫ്ലാറ്റിലെ താമസക്കാർ കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയുണ്ടായി. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് അത് മറച്ചു വെച്ചു എന്നുള്ളതാണ്. കാരണം 5000 പേർ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമാണ് ആ പ്രശ്നം പരിഹരിക്കുമെന്ന നിലയിൽ അത് ഒതുക്കി തീർക്കുന്ന രീതിയിലൊക്കെയുള്ള സമീപനമുണ്ടായി. അതിനെതിരെയൊക്കെ വലിയ വിമർശനമാണ് ഉണ്ടായത്. പക്ഷേ ഏതായാലും ഇപ്പോൾ ഇത് വളരെ ഗൗരവമായി തന്നെ ആരോഗ്യവകുപ്പ് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പരിശോധനകൾ ഇപ്പോഴും തുടരുന്നത്. അത് ശുദ്ധീകരിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കുന്നു. നിലവിലെ കണക്കനുസരിച്ച് ഏതാണ്ട് 30-ൽ താഴെ പേർ മാത്രമാണ് കിടത്തി ചികിത്സയിലുള്ളത്. അതിൽ പലരും ചെന്നൈയിലും തൃശ്ശൂരിലുമൊക്കെ ഇങ്ങനെ കിടത്തി ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 500ഓളം പേർ ഇത്തരത്തിൽ ചികിത്സ തേടിയതായി തന്നെയാണ് വിവരം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഗൗരവമായി ആരോഗ്യവകുപ്പ് കണക്കാക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഈ അണുബാധ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നുണ്ട്. ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികൾ ഊർജിതമായി മുന്നോട്ട് പോകുന്നു. ആർക്കെങ്കിലും ആരോഗ്യ സംബന്ധിയായ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സേവനം നൽകി വരുന്നു. ഒപ്പം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ടാങ്കുകളും ശുചിയാണ് എന്ന് ഉറപ്പുവരുത്തുന്നു. നിലവിലുള്ള വെള്ളം എല്ലാം കളഞ്ഞ് പുതിയ വെള്ളം ശേഖരിക്കുന്ന നിലയിലേക്ക് എത്തുന്നു. ഏറ്റവും പ്രധാനം ഇതിൻ്റെ യഥാർത്ഥ കാരണം ഇനി പുറത്തു വരേണ്ടതുണ്ട്. അത് ആ വെള്ളത്തിൻ്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ ഫലം വരുന്നതോടെ എന്താണ് യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തും. അങ്ങനെ ആർക്കെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുമുണ്ട്. ശരത്ത്. ശരി, ഉമേഷാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്. DLF ഫ്ലാറ്റ് സമുച്ചയത്തിലെ ഭക്ഷ്യ വിഷബാധയുമായി ബന്ധപ്പെട്ട്.